എനിക്കറിയാം താങ്കൾ പല വീഡിയോസിനും പല കാര്യങ്ങൾക്കും വേണ്ടി വീഡിയോസ് ചെയ്യാറുള്ള ഒരാളാണ് ലൈവായിട്ട്. അപ്പോൾ വയനാട്ടിലെ പ്രശ്നം വന്നു. വയനാട്ടിൽ ഇപ്പോൾ ഇത്രയും വലിയ 413 പേരാണ്. അതിനിടയ്ക്കും നമുക്ക് പലരും പല കാര്യങ്ങൾക്കായിട്ട് ലൈവ് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഗവൺമെൻറ്റിനെതിരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നതിന് ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ പറഞ്ഞതിനകത്ത് അപ്പോൾ ചേട്ടൻ അതിനെതിരെ എപ്പോഴെങ്കിലും പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ ഫണ്ട് ഡൊണേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടോ? സാധാരണ പ്രതികരിക്കുന്ന ഒരാളാണ്ടാ ചോദിച്ചത്. അല്ല നോർമലി ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് അധികം അങ്ങനെ ഞാൻ എൻ്റെ ഒരു വെർഷൻ പറയുന്നുള്ളതല്ലാതെ അനീഷ് ഇങ്ങനെ നടക്കണം, അനീഷ് അങ്ങനെ പോകണം ഞാൻ ഒരിക്കലും പറയില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് അനീഷാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ബാബു നീ അങ്ങനെ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഞാനിപ്പോൾ ഈ കൊറോണ കാലത്ത് ഞാൻ നമ്മുടെ ഒരു കൂട്ടായ്മയൊക്കെ രൂപപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ഒരു 50 അന്ന് കൊറോണ കാലത്ത് 51 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് പോയ ആളാണ്. ആ 51 ദിവസങ്ങളിൽ നമുക്കുണ്ടായ കൂട്ടായ്മയിൽ രൂപപ്പെട്ടു. ആ കൂട്ടായ്മയുടെ പേരിൽ എൻ്റെ പേര് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 51 TV ഞങ്ങൾ സമ്മാനിച്ചു. സർക്കാർ ഈ പറഞ്ഞ കണക്കെല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും കൊടുത്തു. സർക്കാർ ചെയ്തില്ല അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തില്ല എന്ന് പറഞ്ഞേക്കാളും നല്ലത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും. നേരിട്ടാണ് കൊടുത്തത്. നേരിട്ട് അവരുടെ വീട്ടിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. എല്ലാ വീടുകളിലും ഞാൻ തന്നെയാണ് കൊണ്ടുകൊടുത്തത്. 51 വീടുകളിൽ കൊണ്ടുപോയിട്ട് ആവശ്യക്കാരുടെ അരികിലേക്ക്, കുട്ടികളുടെ അരികിലേക്ക് നമ്മൾ TV കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ ചേട്ടൻ കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? മെയിൻ എടുത്തു പറയാനാണെങ്കിൽ അഖിൽ മാരാർ. അഖിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അഖിൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അഖിൽ 2 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു, 2-3 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു, 1 ലക്ഷം രൂപ ഫണ്ടിൽ ഡൊണേറ്റ് ചെയ്തു. എങ്കിൽ പോലും പല കണക്കുകൾ അഖിൽ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അഖിൽ ഇപ്പോൾ എന്താ പറയണ്ട, അഖിൽ ദുബായിലാണ്, സുഹൃത്താണ്. പക്ഷേ എങ്കിൽ പോലും അഖിൽ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉള്ളതായിട്ട് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. അത് ചേട്ടൻ ആ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ കണ്ടിരുന്നു ലൈവ് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈവ് കണ്ടിരുന്നു. അതിന് ഓപ്പോസിഷൻ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു, എല്ലാം കേട്ടിരുന്നു. ഇതൊക്കെ ഓരോരോ വെർഷൻസാണ്. ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ ശരിയും തെറ്റും, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുന്നതിനകത്ത് എന്നും ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായി വാദിക്കുന്ന ചില കാര്യങ്ങൾ പോലും പിന്നെ തെറ്റായി വരാറുണ്ട്. അതിന് സത്യത്തിൽ ശരിയും തെറ്റുമില്ലല്ലോ, അത് ആപേക്ഷികമാണെന്നാണല്ലോ പറയാറുള്ളത്. അങ്ങനെ സംസാരിച്ചു അല്ല, അത് ഓരോരുത്തരുടെ പ്രശ്നമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാതെ അദ്ദേഹം പറഞ്ഞു, മറുപടി മറ്റൊരാൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കിപ്പോൾ സർക്കാരിന് കൊടുക്കാനാണ് തോന്നുന്നത്, ഞാനത് ചെയ്യും. അതല്ല എനിക്ക് ചിലപ്പോൾ നേരിട്ട് പക്ഷേ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു സാമീപ്യവും നമ്മുടെ ഒരു സ്പർശവും അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ അലിയൻസിനകത്ത് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാം. അപ്പോൾ രാഷൻ്റെ പറഞ്ഞു ഇതുമായി ബേസ് ചെയ്തൊരു സാധനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മതിലുകൾ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. എല്ലാവരും മിക്കവാറും എഴുതാറുണ്ട്, എല്ലാവരും ഒക്കെ എഴുതാറുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് ഫുള്ള് നമ്മുടെ ഒരു ഇമോഷണൽ വേറെ ട്രാക്കാണല്ലോ എപ്പോഴും വർക്കൗട്ട് ചെയ്യാറുള്ളത്. അത്തരത്തിലൊരു സാധനം ഞാൻ എഴുതുന്നുണ്ട്. ചേട്ടാ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ അതിനകത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ചോദിച്ചതല്ല ചേട്ടാ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സാധനം, ഇപ്പം ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തരണമെങ്കിൽ ഇപ്പം അനുചേട്ടനെ കൊടുത്തിട്ട് എൻ്റെ തരേണ്ട ആവശ്യമില്ല, ഉണ്ടോ? അത് കൊടുക്കുന്ന രീതിയും പറയുന്ന രീതി പോലെ ഇരിക്കും. ചേട്ടൻ എനിക്ക് തന്നെ എനിക്ക് നേരിട്ട് കൊണ്ട് തരാം. അല്ല, അതിനൊരു ആക്സസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ വിചാരിക്കുകയാണ് വയനാട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളിപ്പോൾ ചില ഇടനിലക്കാർ ചില ഇടങ്ങളിൽ ആവശ്യമാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് പൂജാരിയുടെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ തത്വചിന്താത്മകമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ദൈവത്തെ നമ്മൾ നേരിട്ട് സംസാരിച്ചാൽ പോരെ, എന്തിനാ നമ്മളത്തിൽ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പൂജ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണല്ലോ നമ്മുടെ ജീവിതം എന്നാണത്. അപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വവും ബോധ്യവും നമുക്കാണ് വേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ അല്ല കേട്ടോ, ഇത്രയും വർഷം ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റിയത്. ഈ ആൻസറിൽ പല കാര്യങ്ങളുണ്ട്, കോൺട്രവേഴ്സി ആയിട്ടുള്ളതുണ്ട്. അല്ല, അത് മാത്രം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസറാണ് മൊത്തം വന്നിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് പ്ലേസിൽ ചേട്ടാ വീണില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാ വീഴുകയും ചെയ്തു കേട്ടോ. സന്തോഷം ചേട്ടാ, കുഴപ്പമില്ല. അല്ല, ഇപ്പം നടക്കുന്ന ആനുകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ഓരോരുത്തർക്ക് ഓരോ വേർഷൻ ഉണ്ടല്ലോ. ഇപ്പം ചേട്ടാ സിനിമയിലേക്ക് ഇപ്പം കുറേ വർഷമായി ചേട്ടനാ, എനിക്ക് തോന്നുന്നു ഇപ്പം ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമയായിരുന്നു. ഉണ്ണി എന്നെ പറഞ്ഞിട്ട് ചെയ്തതാണ്. ഷെഫീഖിൻ്റെ സന്തോഷം എന്നൊരു സിനിമ ചെയ്തു. നല്ല ക്യാരക്ടറാണ്. ഇപ്പോൾ ഇപ്പോൾ 11-ാം തീയതി, ഓഗസ്റ്റ് 11-ാം തീയതി എൻ്റെ ഒരു മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ട് വെഞ്ഞാറമൂട് ടാക്കീസ് എന്ന് പറഞ്ഞൊരു കുറച്ച് കൂട്ടുകാർ അവരെൻ്റെ അടുത്തൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രധാന ക്യാരക്ടർ ചെയ്യുന്നതാണ്, ഒരു അധ്യാപകനായിട്ട്. അത് ഈ 11-ന് എൻ്റെ പ്രിവ്യൂ ഷോ ഉണ്ട്, സിന്ധു ടാക്കീസിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കോഴിക്കോടുള്ള 2 ടീമുണ്ട്. ഒന്ന് കോഴിക്കോടുള്ള AK സത്താർ ഡയറക്റ്റ് ചെയ്യുന്ന ദ ബ്ലാക്ക് മൂൺ, അതും ഞാനൊരു മെയിൻ ലീഡ് റോൾ ചെയ്ത വേഷമാണ്. അതെല്ലാം കഴിഞ്ഞു. മെയിൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്തൊരു സിനിമയാണത്, ദ ബ്ലാക്ക് മൂൺ.
പിന്നെ ഊത്ത എന്ന് ഉറ്റാലില്ലേ, ആ എന്താണ് ഊത്ത 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 എന്നാണ് അങ്ങോട്ടൊക്കെ പറയുന്നത്. ഉറ്റാൽ, നമ്മുടെ ഉറ്റാലില്ലേ ഇതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്ന, ആ ഇങ്ങനെ ഇങ്ങനെ കുത്തി പിടിക്കുന്ന മീനിനെ പിടിക്കുന്ന, മീനിനെയൊക്കെ പിടിക്കുന്ന ഊത്ത. ഊത്ത ആ, അതിനകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. അതും 2-3 പടങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ വലിയ ഊത്തയാരാ അത് എന്തായാലും അതായിരിക്കത്തില്ലല്ലോ. ഉറ്റാൽ അല്ലേ, അത് അതായിരിക്കത്തില്ല. അതായിരിക്കും. അതെ അതെ, ആളുകൾ പിടിക്കുന്ന ഒരാളാണ്. അതൊരു നെഗറ്റീവ് ക്യാരക്ടർ. കഥയാണോ ചേട്ടൻ്റെ കഥാപാത്രം? അതെ 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 പിന്നെന്താ ഇത് ഈ ഒരു ഒറ്റ യങ്സ്റ്റേഴ്സിനെ കുടുക്കിലാക്കുന്ന ആളാണ് ഞാൻ. അതാണ് എൻ്റെ ക്യാരക്ടർ. അത് ആണുങ്ങൾ മാത്രമുള്ള സിനിമയാണത്. മെയിൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല. ഈ ആണുങ്ങൾ മാത്രമുള്ള ചുരുക്കം ചില സിനിമകൾ മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. അതിനകത്ത് ചോദിച്ചില്ലേ ഫീമെയിൽ ക്യാരക്ടർ കൂടെ വേണമെന്ന്? അതിനകത്തൊരു ഒരു ഡാൻസിലൊരു ഫീമെയിൽ വരുന്നുണ്ട്, അത് ഞാൻ തന്നെയാണ്. അവിടെ പെണ്ണെ കയറ്റില്ല. അത് ഞാൻ മീശ എടുത്തിട്ട് എടുത്തു. ഇടയ്ക്ക് എന്നെ ഏതൊക്കെ കണ്ടാൽ മനസ്സിലായി, അന്ന് ആ മീശ എടുത്ത് ഞാനാണ് ഡാൻസ് തിരിക്കുന്നത്. അതൊക്കെ ഇനി വരാൻ പോകുന്നതാണ്. അത് ചെയ്യുമ്പോഴേ ഈ മാനറിസം കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ നോക്കിയതാണ്. അത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചേട്ടന് തന്നാൽ കറക്റ്റായിട്ട് ആ മാനറിസത്തിൽ ചെയ്യാൻ പറ്റും. നല്ലതല്ലേ? ഞാൻ നമ്മളിപ്പോൾ ഏത് ക്യാരക്ടർ ചെയ്താലും നമുക്ക് അതിലേക്ക് എത്തപ്പെടാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിപ്പോൾ എന്ത് തരത്തിലുള്ള ക്യാരക്ടർ ആണെങ്കിലും ഇപ്പം ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ, പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു ആഗ്രഹം. എത്ര വർഷമായി ചേട്ടാ? എനിക്ക് തോന്നുന്നത് ജനങ്ങൾ, അതായത് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ട് 24 വർഷമാവും. തിരിച്ചറിയുന്നതിന് മുമ്പുള്ള വർഷം കൂടെ എന്താ ഉദ്ദേശിച്ചത്? അനീഷ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു എൻ്റെ വളരെ ചെറിയ പ്രായത്തിലെ വന്നതാണ്. ഞാൻ കുറേ നാൾ നാടകത്തിലായിരുന്നു, പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ആയിരുന്നു. പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു, അമച്ചർ നാടകങ്ങൾ. പ്രൊഫഷണൽ നാടകം അമച്ചർ നാടകം ഒരുമിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. വർഷങ്ങൾ കുറേ ഉണ്ട്. 24 വർഷം തിരിച്ചറിയുന്നു, ഐഡന്റിഫൈ ചെയ്യുന്ന 24 വർഷം, പിന്നെ തിരിച്ചറിയാതെ പോകുന്ന കുറേ വർഷങ്ങൾ. അതെ അതെ, അത്രയും കൂടെ കാണും ഒരിക്കലും. അല്ല വയസ്സ് ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും പറയില്ല. ഒരു ഫംഗ്ഷന് വരുന്നു. ആ ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം പ്രായമുള്ളൊരു സ്ത്രീയാണ്, ഒരു അധ്യാപികയോ അങ്ങനെ എന്തോ, അല്ലെങ്കിൽ എന്തോ ഒരു ഒഫീഷ്യലാണ് കേട്ടോ. അപ്പോൾ അവർ സ്റ്റേജിൽ കയറിയിട്ട് പറയുമായിരുന്നു. അപ്പോൾ ഞാനവിടെ വേദിയിലിരിപ്പുണ്ട്. ഞാൻ നല്ല ഇങ്ങനെ ഇരിക്കുക, ടിപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുക, മസിലൊക്കെ ഇങ്ങനെ പെരുക്കി ഇരിക്കുക. ഒരു സ്റ്റേജ് കയറിഞ്ഞ് പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട അനീഷിനോടൊപ്പം വേദിയിലിരിക്കാൻ പറ്റിയതിൽ. അത് സന്തോഷം, സ്ഥിരം ആൾക്കാരൊക്കെ പറയുന്നത് തന്നെയാണ്. ഓക്കെ, അത് ഏത് ക്യാരക്ടർ ചെയ്താലും അതിൻ്റേതായ ഒരു തനിമയുണ്ട്, മറ്റൊരാണ് സംഭവമാണ്. സന്തോഷം, അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ അത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വളരെ സന്തോഷം. ഞാൻ അത്ഭുതപ്പെടുന്നത് എൻ്റെ കുട്ടിക്കാലം പോലും ഞാൻ ഈ നടന്ന കാണും. എൻ്റെ അമ്മയുടെ പ്രായമുണ്ടോ അവർക്ക്? ഇടേ എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്, എന്നിട്ട് എന്നെ കാണുന്നെന്ന്. ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാണ്. ആരെങ്കിലും പരിചയപ്പെട്ടാവുന്നതാണ്. ഞാൻ എൻ്റെ കൊച്ചുനാളിനെ കാണുന്ന ഏട്ടനെ. എടേ അവൻ്റെ കൊച്ചുനാളെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചുനാളാണ്, അതവൻ പറഞ്ഞു തരുന്നത്. അതൊന്ന് ആലോചിച്ചൂടെ? ചേട്ടൻ കൊച്ചിലല്ലേ അഭിനയിച്ചു തുടങ്ങിയത്? ഞാൻ ചെറുതിൽ അഭിനയിച്ചു തുടങ്ങിയില്ലേ? അപ്പൊ അവിടെ വെച്ച് മറുപടി എല്ലാം പറഞ്ഞു. ഇല്ലല്ല, ഞാൻ അപ്പം അതുവരെ ഞാൻ മറ്റേ ബുർജ് ഖലീഫിന്റെ മേലെ നിൽക്കുകയായിരുന്നു. നേരെ നയാഗര വെള്ളച്ചാട്ടം വഴിയാണ് ചോക്ക്. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു.